തീർച്ചയായും ഇപ്പോൾ പുതിയ വിവരങ്ങൾ കൂടി എത്തുകയാണ്. വിഷ്ണു, ഞാൻ തിരിച്ചെത്താം. കണ്ണൂരിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിലും കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. ഇതിൻ്റെ വിവരങ്ങളുമായി അമൽനാഥ് കൂടി ചേരുകയാണ്. അമൽനാഥ്, നേരത്തെയും ഇത്തരത്തിൽ മറ്റ് ജില്ലകളിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ തകർന്ന് അതിൻ്റെ റിപ്പോർട്ടൊക്കെ തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ടൂറിസം മിനിസ്റ്റർ അടക്കം നേരിട്ട് ഈ വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? ഒപ്പം ആർക്കെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ കടൽ പ്രക്ഷോഭത്തിന്റെ വിവരങ്ങൾ കൂടി? അമൽനാഥ്. അജിംഷാദ്, ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായ ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്നായിരുന്നു കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ സംഭവ സ്ഥലത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ജനങ്ങളെ ഒന്നും ഈ ഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ഈ കടൽ ഭാഗങ്ങളായ കണ്ണൂർ ബീച്ച്, ഒപ്പം തന്നെ മുഴപ്പിലങ്ങാട് എന്നിവിടങ്ങളായിരുന്നു ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായ കടൽക്ഷോഭം ഉണ്ടാവുകയായിരുന്നു. ഇത്തരത്തിൽ കടൽക്ഷോഭത്തിലാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് കടലിലേക്ക് വീണത്. കഴിഞ്ഞ വർഷമാണ് ഏകദേശം 100 മീറ്റർ നീളത്തിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത്. അതേസമയം തന്നെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായതിനാൽ തന്നെ ഇത്തരത്തിൽ ആളപായമൊന്നുമില്ല എന്നത് വലിയ ആശ്വാസകരം തന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ ബ്രിഡ്ജ് തകർന്നത് വഴി വിനോദസഞ്ചാര വകുപ്പിന് ഉണ്ടായത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഈ സംഭവ സ്ഥലത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം സംഭവ സ്ഥലങ്ങളിലൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ എല്ലാ കടൽ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ജനങ്ങളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന ശക്തമായ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നിലവിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അജിംഷ.